ഹലോ, വെൽക്കം ടു കിങ്ഡം ലൈഫ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബൈബിൾ വേഴ്സ്, ഒരു സ്ക്രിപ്ചർ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ആ സ്ക്രിപ്ചർ ഇതാണ്, ജോൺ 6:35. ആൻഡ് ജീസസ് സെഡ് unto them, I am the bread of life. He that comes to me shall never hunger, and he that believes on me shall never thirst. യോഹന്നാൻ 6:35 ഇങ്ങനെ പറയുന്നു, യേശു അവരോട് പറഞ്ഞു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു വചനഭാഗമാണത്. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു, എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല. ഞാൻ 2 ദിവസമായിട്ട് അതിനെ പറ്റിയിട്ട് ചിന്തിക്കുവാനിടയായി. അപ്പം കർത്താവ് എന്നോട് ഷെയർ ചെയ്ത 2-3 കാര്യങ്ങൾ, 2-3 തോട്ട്സ് മാത്രം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. കം ടു മീ, യു വിൽ നെവർ ഹങ്കർ. എൻ്റെ അരികിൽ വരുവിൻ, നിങ്ങൾക്ക് മേലിൽ വിശക്കുകയില്ല. സോ എന്താണ് ഈ വിശപ്പ്? എന്താണ് ഈ ഹങ്കർ? എന്തിൻ്റെയെങ്കിലിനെയും ഒരു കുറവാണ് അല്ലെങ്കിൽ ഒരു ലാക്കാണ് ഈ വിശപ്പിനെ കാണിക്കുന്നത്. പണമില്ലാത്ത ഒരവസ്ഥ നിന്നെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കുന്നത് പോലെ, ഭക്ഷണമില്ലാത്തൊരവസ്ഥ നിന്നെ വിശപ്പിലേക്ക് നയിക്കുന്നത് പോലെ, ആരോഗ്യമില്ലാത്തൊരവസ്ഥ നിന്നെ രോഗത്തിലേക്ക് നയിക്കുന്നത് പോലെ, വെളിച്ചമില്ലാത്തൊരവസ്ഥ നിന്നെ ഇരുട്ടിലേക്ക് നയിക്കുന്നത് പോലെ, എന്തിൻ്റെയോ ഒന്നിൻ്റെ ആബ്സെൻസ് ആണ് ഈ വിശപ്പ്. സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത അവസ്ഥ, ഒരു കണ്ടെൻറ്റ്മെൻറ്റ് ഇല്ലാത്ത അവസ്ഥ. സോ ആ ഒരു ലാക്ക് ആണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. ഇവിടെ യേശു പറയുന്നു, കം ടു മീ ദറ്റ് യു വിൽ നെവർ ഹങ്കർ അഗൈൻ. യു വിൽ നെവർ ഹങ്കർ. നിനക്ക് മേലിൽ വിശക്കാതിരിക്കാൻ നീ എൻ്റെ പക്കൽ വരുവൻ. അതിന് മുന്നേ പറയണം, ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. നീ എൻ്റെ പക്കൽ വന്നാൽ നിനക്ക് മേലിൽ വിശക്കുകയില്ല. നീ എൻ്റെ അരികിലേക്ക് വന്നാൽ നിനക്ക് മേലിൽ വിശക്കുകയില്ല. എനിക്കറിയത്തില്ല നിങ്ങൾ ജീവിതത്തിൽ എന്തിൻ്റെ കുറവാണ് അനുഭവിക്കുന്നത്, ഏതൊരു കുറവിലൂടെയാണ് കടന്നു പോകുന്നത് എന്നെനിക്കറിയത്തില്ല. പക്ഷേ നിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത ആ ലാക്കിൻ്റെ അവസ്ഥയിലൂടെ പോകുന്ന ആ വിഷയത്തിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്, യു ഗോ ടു ദ ബ്രെഡ് ഓഫ് ലൈഫ്. ജീവൻ്റെ അപ്പത്തിൻ്റെ അരികിലേക്ക് പോകുക. ഗോ ടു ദ ബ്രെഡ് ഓഫ് ലൈഫ്. ജീവൻ്റെ അപ്പത്തിൻ്റെ അരികിലേക്ക് പോകുക എന്നുള്ളതാണ് വിശപ്പിൻ്റെ സൊല്യൂഷൻ. സാധാരണ നമ്മൾ വിശക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? യു ഈറ്റ് അല്ലേ. വിശക്കുമ്പോൾ എന്താ അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുക. സോ സിമ്പിൾ ആസ് ദാറ്റ്. വിശപ്പ് നിൻ്റെ ജീവിതത്തിലെ ഏത് തരത്തിലുള്ള വിശപ്പാണെങ്കിലും, ഒരു രോഗം മാറാനുള്ള വിശപ്പാണെങ്കിലും, നിൻ്റെ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ നീ പോകുകയാണെങ്കിൽ അത് തീർന്നു കിട്ടാനുള്ള വിശപ്പാണെങ്കിലും, ഏതൊരു ഊരാക്കുടുക്കാണെങ്കിലും, അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഗോ ടു ദ ബ്രെഡ് ഓഫ് ലൈഫ്. ജീവൻ്റെ അപ്പത്തിൻ്റെ അരികിലേക്ക് പോകുക. ഞാൻ ഇവിടെ 2 വേദഭാഗങ്ങൾ മാത്രം കാണിച്ച് അതിൻ്റെ ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടി 2 വേദഭാഗങ്ങൾ മാത്രം കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 42-ന്റെ 1-2 വാക്യങ്ങൾ. 42-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യം ഇങ്ങനെ പറയുന്നു, മിസ്രയീമിൽ ധാന്യമുണ്ടെന്ന് യാക്കോബ് അറിഞ്ഞപ്പോൾ തൻ്റെ പുത്രന്മാരോട്, നിങ്ങൾ തമ്മിൽ തമ്മിൽ നോക്കി നിൽക്കുന്നത് എന്ത്? മിസ്രയീമിൽ ധാന്യമുണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. നാം മരിക്കാതെ ജീവിച്ചിരിക്കേണ്ടതിന് അവിടെ ചെന്ന്
അവിടെ നിന്ന് നമുക്ക് ധാന്യം കൊള്ളുവിൻ എന്ന് പറഞ്ഞു. ഇത് നമുക്ക് അറിയുന്ന വേദഭാഗമാണ്. യാക്കോബ് തൻ്റെ 12 മക്കളുടെ അടുത്ത്, 12 മക്കളിൽ ആകെ 11 പേരേ ഉള്ളൂ. ഒരുവൻ ജോസഫാണ്. ജോസഫ് ഈജിപ്തിൽ തൻ്റെ ജ്ഞാനം നിമിത്തം എല്ലാ ധാന്യങ്ങളും എങ്ങനെ ശേഖരിക്കണം എന്നുള്ള സ്വപ്നങ്ങൾ, ദൈവം കൊടുത്ത സ്വപ്നങ്ങൾ, രാജാവിന് ഫറവോയ്ക്ക് കൊടുത്ത സ്വപ്നങ്ങൾ വിവരിച്ച് അതനുസരിച്ച് ദൈവം കൊടുത്ത ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് 7 കൊല്ലം ധാന്യങ്ങൾ ശേഖരിക്കുകയും അത് കഴിഞ്ഞ് 7 കൊല്ലത്തെ ക്ഷാമത്തിന് വേണ്ടി കൂടി ശേഖരിച്ച് വെക്കുകയും ലോകം മുഴുവൻ ഈജിപ്തിലേക്ക് പോയിട്ട് ആ ധാന്യം മേടിക്കേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇസ്രായേലിൽ ക്ഷാമകാലം വരുമ്പോൾ, ലോകം മുഴുവനുമുള്ള ക്ഷാമം ഇസ്രായേലിലും വരുമ്പോൾ ജേക്കബ് പറയാണ്, നമ്മൾ മരിക്കാതിരിക്കേണ്ടതിന് നമ്മൾ ഈജിപ്തിൽ പോയി ഈ ധാന്യം മേടിക്കണം എന്ന് പറഞ്ഞാൽ, ഇവർ ആ വിശപ്പിൻ്റെ ആ ഒരു അവസ്ഥയിൽ പോകുമ്പോൾ യാക്കോബ് പറയാണ്, നമ്മൾക്ക് ധാന്യമില്ല, നമ്മൾക്ക് അപ്പമില്ല. സോ വാട്ട് ഷുഡ് വി ഡു? ഒരൊറ്റ സൊല്യൂഷനുള്ളൂ. എവിടെയാണ് അപ്പം ഉള്ളത് അങ്ങോട്ട് പോകുക. സോ ദാറ്റ് ഈസ് എ സൊല്യൂഷൻ ഫോർ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൽ അപ്പം ഇല്ലെങ്കിൽ, if you are facing with a lack, go to the place where there is bread. അപ്പമുള്ള സ്ഥലത്തേക്ക് പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യാക്കോബ് നമുക്കറിയാം, യാക്കോബ് വർഷങ്ങളോളം തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പുത്രനാണ് ജോസഫ്. ആ ജോസഫ് മരിച്ചു, വന്യമൃഗങ്ങളുടെ കയ്യിൽ അകപ്പെട്ട് മരിച്ചു എന്ന് വിശ്വസിച്ച്, അതൊരു നുണയാണെങ്കിലും അത് വിശ്വസിച്ച് വർഷങ്ങളോളം വ്യസനിച്ച് ജീവിച്ച ഒരു പിതാവാണ്. ആ പിതാവ് അപ്പമില്ലാത്തതിൻ്റെ പേരിൽ അപ്പം കിട്ടാൻ വേണ്ടി ഈജിപ്തിൽ എത്താനിടയാകുകയും ആ ഈജിപ്തിൽ വെച്ചിട്ട് തൻ്റെ മകൻ വീണ്ടും ജീവിച്ചിരിക്കുന്നു എന്നറിയാനിടയാകുകയും ചെയ്യുന്നത് അപ്പത്തിൻ്റെ ദേശത്തിലേക്ക് മടങ്ങി ചെല്ലുന്നത് കൊണ്ടിട്ടാണ്. ആ വർഷങ്ങളുള്ള അദ്ദേഹത്തിൻ്റെ വേദന മാറുന്നത് അപ്പം ലഭിക്കാൻ വേണ്ടി, ധാന്യങ്ങൾ ലഭിക്കാൻ വേണ്ടി ഈജിപ്തിലേക്ക് പോകുമ്പോഴാണ്. അപ്പോൾ എനിക്കറിയത്തില്ല, നിങ്ങൾ ചിലപ്പോൾ വർഷങ്ങളായിട്ട് കടന്നു പോകുന്ന ഒരു പ്രശ്നമായിരിക്കും. വർഷങ്ങളായിട്ട് വീണ്ടും വീണ്ടും ഒരു സൈക്കിള് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഒരു ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളുടെ കുടുംബത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഉള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടായിരിക്കാം. ഐ ഡോണ്ട് നോ വാട്ട് എക്സാക്ട്ലി ഇറ്റ് ഈസ്, ബട്ട് ദ സൊല്യൂഷൻ ഇസ് ഗോ ടു ദ പ്ലേസ് വെർ ദർ ഇസ് ബ്രെഡ്. അതൊരു ടീച്ചിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വചനമായിരിക്കാം, ഒരു വെളിപാടായിരിക്കാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയായിരിക്കാം. ഒരു വ്യക്തിയായിരിക്കാം നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്നത്, ഒരു ടീച്ചിങ് ആയിരിക്കാം. ബട്ട് ഗോ ടു ദ പ്ലേസ് വെർ ദർ ഇസ് ബ്രെഡ്. എനിക്ക് നിങ്ങളുടെ ആ സ്ഥലം ഏതാണെന്ന് പറഞ്ഞു തരാൻ എക്സാക്ട്ലി പരിശുദ്ധാത്മാവിന് മാത്രമേ ആ സ്ഥലം പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. ആസ്ക് ദി ഹോളി സ്പിരിറ്റ്, വേർ ഷുഡ് ഐ ഗോ, വാട്ട് ഷുഡ് ഐ ഡു? പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ ചോദിക്കുക. പരിശുദ്ധാത്മാവ് എക്സാക്ട്ലി കാണിച്ചു തരും. വേർ ഷുഡ് യു ഗോ, വേർ ഇസ് യുവർ ബ്രെഡ്? നിങ്ങളുടെ അപ്പം എവിടെയാണ്? ഹല്ലേലൂയ. നവമി ക്ഷാമം വന്നപ്പോൾ, ബെത്ലഹേമിലൊരു ക്ഷാമം വന്നപ്പോൾ, നവമി മോവാബിൽ പോകാനിടയായത് കൊണ്ടിട്ടാണ് അവിടെ നിന്ന് അവൾ റൂത്തിനെ കാണാനിടയായത്. അവിടെ ആ ഒരു ക്ഷാമം വന്നപ്പോൾ മോവാബിൽ ആ ക്ഷാമമില്ല, മോവാബിൽ അപ്പമുണ്ട്, മോവാബിൽ ധാന്യങ്ങളുണ്ട് എന്നറിഞ്ഞ് അങ്ങോട്ട് താമസം മാറ്റി അവിടെ നിൽക്കാനിടയായപ്പോഴാണ് റൂത്ത് തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ആ റൂത്താണ് അവളുടെ ജീവിതം മാറ്റിമറിക്കുന്നത്. സി എ പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പത്തിന് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധിക്കും. നിങ്ങളുടെ കോഴ്സ് ഓഫ് ലൈഫ്
നിങ്ങളുടെ ഡയറക്ഷൻ ഓഫ് ലൈഫ് തന്നെ മാറ്റി മറിക്കാൻ സാധിക്കുന്നതാണ് when you are going near to the bread of life. Hallelujah, hallelujah, hallelujah. You come to me that you may never hunger. നീ മേലിൽ വിശക്കാതിരിക്കേണ്ടതിന് നീ എൻ്റെ പക്കലേക്ക് വരിക. ഞാനാകുന്നു ജീവനുള്ള അപ്പം. ഹല്ലേലൂയ. അതിൻ്റെ കീഴ്പോട്ട് പറയുന്നു, ബിലീവ് ഇൻ മീ ദറ്റ് യു മേ നെവർ തേഴ്സ്റ്റ്. നിനക്ക് മേലിൽ ദാഹിക്കാതിരിക്കേണ്ടതിന് നീ എന്നിൽ വിശ്വസിക്കുക, നീ യേശുവിൽ വിശ്വസിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ കർത്താവും രക്ഷകനുമായിട്ട് നിൻ്റെ ജീവിതത്തിലേക്ക് നീ ഏറ്റെടുക്കുമ്പോൾ you will never thirst again. Hallelujah, you will never thirst again. I'm telling you. നിനക്ക് മേലിൽ ദാഹിക്കത്തില്ല. ഹല്ലേലൂയ. ബിലീവ് എന്ന് പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം ട്രസ്റ്റ് ഇൻ ഹിം. അവൻ്റെ മേൽ നിൻ്റെ ആശ്രയം വെക്കുക, നിൻ്റെ ട്രസ്റ്റ്. നീ ഒരാളെ ട്രസ്റ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യത്തിലും ബ്രേക്ക് ചെയ്യാത്ത ഒരു വിശ്വാസത്തിനെയാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. യു ട്രസ്റ്റ് ദാറ്റ് പേഴ്സൺ ബ്ലൈൻഡ്ലി നോ മാറ്റർ വാട്ട്. ഏത് സാഹചര്യമാണെങ്കിലും, എല്ലാം നല്ല സാഹചര്യത്തിലൂടെ ആയിരിക്കത്തില്ല പോകുന്നത്. അതാ യേശു പറഞ്ഞു, ഈ ഭൂമിയിൽ നിനക്ക് കഷ്ടമുണ്ട്. ബിക്കോസ് വി ലിവ് ഇൻ എ ഫാളൻ വേൾഡ്. നീ പ്രശ്നത്തിലൂടെ പോവും, നീ ഉയർച്ചയിലൂടെ പോവും, നീ താഴ്ചയിലൂടെ പോവും, ഇതെല്ലാം ശരിയാണ്. ബട്ട് യു ട്രസ്റ്റ് in him blindly. ആ ഒരു ട്രസ്റ്റ് നിനക്ക് മേലിൽ ദാഹിക്കാത്ത വണ്ണം നിന്നെ സാറ്റിസ്ഫൈ ചെയ്യും, നിന്റെ ദാഹത്തെ മാറ്റും. ഹല്ലേലൂയ. അബ്രഹാം ട്രസ്റ്റഡ് ഇൻ ദ ലോർഡ്. അബ്രഹാമിനൊരു ദൈവത്തിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ആർക്കും തകർക്കാൻ സാധിക്കാത്തൊരു വിശ്വാസം. അബ്രഹാമിന് ഒരുപാട് കന്നുകാലികൾ, ഫാംസ്, ലാൻഡ്, വലിയ സ്ഥലങ്ങൾ, ഇതെല്ലാം ഉണ്ടായിരുന്നെങ്കിലും അവനറിയാം, അബ്രഹാമിനറിയാം ഇതെല്ലാം എവിടെ നിന്നാണ് വന്നതെന്നറിയാം, ഇതെല്ലാം ആരാ തന്നതെന്നറിയാം. ഹല്ലേലൂയ. അതുകൊണ്ട് അബ്രഹാമിൻ്റെ കണ്ണ് ഇതിലൊന്നും അല്ലായിരുന്നു. ഹിസ് ട്രസ്റ്റ് വാസ് ഇൻ ദ ലോർഡ്. അതുകൊണ്ട് ലോത്ത് വന്നിട്ട്, ലോത്തിൻ്റെ നമുക്കറിയാം, നമ്മൾ വായിച്ചിട്ടുണ്ട്, ലോത്തിൻ്റെ ബാല്യക്കാരും അബ്രഹാമിൻ്റെ ബാല്യക്കാരും തമ്മിൽ തർക്കമുണ്ടായപ്പോൾ, ഇവർ രണ്ടുപേരും വർദ്ധിച്ചു വന്ന് തർക്കമുണ്ടായപ്പോഴത്തേക്കും അബ്രഹാം പറഞ്ഞു, ലോത്ത്, നിനക്കിഷ്ടമുള്ള സ്ഥലം ചൂസ് ചെയ്തിട്ട് നീ പൊയ്ക്കോ. അപ്പം ഇത് അബ്രഹാമിന് അവകാശമായി ദൈവം കൊടുത്തതാണ് സകലതും, ലോത്തിന് കൊടുത്തതല്ല. അപ്പം അബ്രഹാമിൻ്റെ ഫസ്റ്റ് ചോയ്സാണ് ഏത് സ്ഥലം ചൂസ് ചെയ്യാനുള്ള ഫസ്റ്റ് ചോയ്സ് അബ്രഹാമിൻ്റെയാണ്. ഹല്ലേലൂയ. പ്രയോറിറ്റി അബ്രഹാമിനാണ്, ലോത്തിനല്ല. പക്ഷേ അബ്രഹാം ഒരു ജനറസ് ആയിട്ട് പറയാണ് ലോത്തിനടുത്ത്, നിനക്കിഷ്ടമുള്ള സ്ഥലം നീ എടുത്തോ, എന്നിട്ട് നിൻ്റെ ബാല്യക്കാരുമായിട്ട് നീ പൊയ്ക്കോ. നമ്മളുടെ സെർവൻസ് തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് യു ചൂസ് വാട്ട് എവർ യു ലൈക്ക്. അപ്പം എന്നെ ചിന്തിപ്പിച്ച കാര്യം എന്ന് പറഞ്ഞാൽ, അബ്രഹാമിന് അവകാശപ്പെട്ട സ്ഥലങ്ങളും അബ്രഹാമിന് അവകാശപ്പെട്ട സ്വത്തുക്കളും അബ്രഹാം ഈസി ആയിട്ട് ലോത്തിൻ്റെ അടുത്ത് പറയാണ്, യു ചൂസ്. ഹല്ലേലൂയ. കാരണം അബ്രഹാമിന് അറിയാം, ഇത് എത്ര ഇവൻ ചൂസ് ചെയ്താലും, ഇത് മുഴുവൻ ഇവൻ എടുത്താലും അബ്രഹാമിനെ അനുഗ്രഹിക്കാൻ ദൈവം വിശ്വസ്തനാണ്, വീണ്ടും വർദ്ധിപ്പിക്കാൻ ദൈവം വിശ്വസ്തനാണ്, ഇതിൻ്റെ അപ്പുറം കൊടുക്കാൻ ദൈവം വിശ്വസ്തനാണെന്ന് അബ്രഹാമിന് ഉറപ്പുണ്ട്. അപ്പം അബ്രഹാമിൻ്റെ കണ്ണ് ഈ വസ്തുവകകളിലല്ല, അബ്രഹാമിൻ്റെ കണ്ണ് തൻ്റെ പിതാവിൽ, തൻ്റെ ദൈവത്തിലാണ്. Hallelujah. That is a beautiful thing. Abraham's trust was in the Lord. അബ്രഹാം തൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയാണ്.
നീ ഒരു അനുഗ്രഹമായിരിക്കും എന്ന് അബ്രഹാമിനോട് ദൈവം പറഞ്ഞപ്പോൾ അബ്രഹാമിന് അറിയാം, ഞാനാണ് അനുഗ്രഹം, ഈ വസ്തുവകകളല്ല, എനിക്ക് കിട്ടിയ ഈ മെറ്റീരിയൽസ് അല്ല അനുഗ്രഹം, ഞാനാണ് അനുഗ്രഹം. ഞാൻ എവിടെ നടന്നാലും അന്ന് സൊദോമും ഗൊമോറയും ലോത്ത് എടുത്തപ്പോൾ അത് പച്ചയായൊരു ഭൂമിയായിരുന്നു, അത് ഏറ്റവും നല്ല ഫലപുഷ്ടിയുള്ളൊരു ഭൂമിയായിരുന്നു. ലോത്ത് ഏറ്റവും മികച്ചതാണ് ചൂസ് ചെയ്തത്. അപ്പം അബ്രഹാമിന് അതിൽ പക്ഷേ ഒരു ഡൗട്ടോ ഇതവന് കൊടുക്കണോ, ഇത് ഏറ്റവും നല്ല ഭൂമിയല്ലേ എന്നൊന്നും ഇല്ലായിരുന്നു. കാരണം ഡീപ്പ് ഇൻസൈഡ് ഹി നോസ് ദറ്റ് ഐ ആം എ ബ്ലെസ്സിങ്. ദൈവം എന്താ പറഞ്ഞത്? ലോത്ത് ബ്ലെസ്സിങ് ആണെന്നല്ല പറഞ്ഞത്. ദൈവം പറഞ്ഞത് നീ ഒരു അനുഗ്രഹമായിരിക്കും. സോ ഹി നോ, അബ്രഹാമിന് അറിയാം ഞാനാണ് അനുഗ്രഹം. ഞാൻ മരുഭൂമിയിൽ കൂടെ നടന്നാലും ആ മരുഭൂമിനെ ഏദൻ തോട്ടം പോലെ ആക്കാൻ വിശ്വസ്തനാണ് ദൈവം. ഹല്ലേലൂയ. ട്രസ്റ്റ് ഇൻ ഹിം. ഹല്ലേലൂയ. ദാറ്റ് യു മേ നോട്ട് തേഴ്സ്റ്റ് അഗൈൻ. അബ്രഹാമിന് ആ ഒരു ദാഹം ഉണ്ടായിരുന്നില്ല. എൻ്റെ സ്ഥലം, എൻ്റെ വസ്തുവകകൾ, എൻ്റെ 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 എന്നൊരു ചിന്തയുണ്ടായിരുന്നില്ല. He was ready to give up. He was ready to give away his things. Hallelujah. Hallelujah. നീ ഇന്ന് എല്ലാം ഇങ്ങനെ പിടിച്ച് വെക്കുന്ന ഒരു മനോഭാവമാണോ? എൻ്റെ സ്ഥലം, എൻ്റെ സാധനങ്ങൾ, എൻ്റെ സ്വത്തുക്കൾ, എൻ്റെ 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എംബ്രേസ് ചെയ്യുന്ന ഒരു സ്വഭാവമാണോ? Then you are not trusting God, you are trusting your materials. ഹല്ലേലൂയ. നീ നിൻ്റെ ദൈവത്തിലല്ല ആശ്രയിക്കുന്നത്, നീ നിൻ്റെ വസ്തുവകകളിൽ നിനക്ക് കാണാൻ സാധിക്കുന്നതിലാണ് നീ ആശ്രയിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. If your trust is in the Lord, you trust him blindly. You don't care if people take away your things because you trust in him. Your focus is in him. നിങ്ങളുടെ ഫോക്കസ് ദൈവത്തിലാണ്, നിങ്ങളുടെ ആശ്രയം ദൈവത്തിലാണെങ്കിൽ ആളുകൾ വന്ന് നിങ്ങളെ എന്ത് ചെയ്താലും എന്തെടുത്തോണ്ട് പോലും യു ഡോണ്ട് കെയർ. ദാറ്റ് ഈസ് നോട്ട് യുവർ ഫോക്കസ്. യു ആർ നോട്ട് കൺസേൺഡ് എനിമോർ ബിക്കോസ് യുവർ ട്രസ്റ്റ് ഈസ് ഇൻ ദ ലോർഡ്. അതാണ് ആ ദാഹം. നിനക്ക് മേലിൽ ദാഹിക്കത്തില്ലെന്ന് പറയുന്നത്, നിനക്ക് മേലിൽ വിശക്കത്തില്ലെന്ന് പറയുന്നു. യു ആർ സാറ്റിസ്ഫൈഡ് വിത്ത് ഹിം. നിനക്ക് കർത്താവിലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതിൻ്റെ മുകളിൽ നിനക്കൊന്നും ലഭിക്കാനില്ല. യേശുവിൻ്റെ കുരിശിൽ നിനക്ക് എല്ലാം ലഭിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. കുരിശിൽ നിൻ്റെ സൗഖ്യം നിനക്ക് ലഭിച്ചു, നിൻ്റെ സമ്പത്ത് നിനക്ക് ലഭിച്ചു. നിനക്ക് ഇതിൽ കൂടുതലൊന്നും ഇല്ല ദൈവത്തിന് തരാൻ. ഹി ഗേവ് യു ഹിസ് സൺ. ഹി ഗേവ് യു ക്രൈസ്റ്റ്. ഹി ഗേവ് യു ദ ബെസ്റ്റ് ഓഫ് ഹെവൻ. സ്വർഗത്തിലെ ഏറ്റവും മികച്ചത് ക്രിസ്തു അവനെ നിനക്ക് തന്നു. ഹല്ലേലൂയ. അവനോടൊപ്പം നിനക്ക് സകലതും നൽകി. നിൻ്റെ സൗഖ്യം, നിൻ്റെ സമ്പത്ത്, നിൻ്റെ ആരോഗ്യം, നിൻ്റെ സന്തോഷം, നിൻ്റെ സമാധാനം, നീ ഈ ഭൂമിയിൽ നിനക്ക് എന്തൊക്കെ വേണോ അതെല്ലാം കുരിശിൽ ദൈവം പിതാവ് പ്രൊവൈഡ് ചെയ്തു. ഇൻ ദ ക്രോസ് ഹി ഗേവ് യു എവറിത്തിങ്. ഹല്ലേലൂയ. ഇതിൻ്റെ മുകളിൽ ഒന്നും ചോദിക്കാനില്ല. ഹല്ലേലൂയ. ആൻഡ് ദീസ് മെറ്റീരിയൽ തിങ്സ് അതൊന്നും ഇനി നിൻ്റെ ഒരു വിഷയമല്ല. ഹല്ലേലൂയ. അതിനു വേണ്ടി നീ വിശക്കത്തില്ല, അതിനു വേണ്ടി നീ ദാഹിക്കത്തില്ല. ബിക്കോസ് യു ഹാവ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സോ ദിസ് ഈസ് ദ വേഴ്സ് ദാറ്റ് I wanted to share with you. John 6:35. I am the bread of life. He who comes to me shall never thirst. He who believes in me shall never hunger. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.